Hi students, today we are going to discuss about IoT enabling technology. IoT itself is an emerging technology and having a lot of area of applications, and it helps to grow so many other technologies. So today we are concentrate on the other technology that grows under the vicinity of IoT. അപ്പം നമ്മുടെ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IoT എനേബിൾ ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എനേബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്ന ഒരുപാട് ടെക്നോളജീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്ന വിചാരിക്കുന്നു. IoT ടെക്നോളജീനല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. IoT യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ IoTയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് IoT എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. IoT is enabled by several technologies including wireless sensor, cloud computing, big data analytics, embedded system, security protocols and architectures, communication protocols, web service, mobile internet and semantic search engines. There are a lot of other technologies, but today we are discussing only a few technologies that enabled by IoT. Here there are some technology that grows under the IoT enabling technology, IoT technologies: wireless sensor network, communication protocols, big data analytics, cloud computing and embedded systems. Most of the technologies, I think you are familiar with all these technologies. Wireless sensor networks, WSN, then communication protocols. Already we discussed in the last sessions. And big data analytics. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് ഇഷ്യൂസൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന സാധനമാണ്. സ്പ്രിങ്ക്ലർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച എംബഡഡ് സിസ്റ്റം. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടെക്നോളജി ദാറ്റ് ഗ്രോസ് അണ്ടർ ദാറ്റ് ഗ്രോസ് ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് IoT. ഇത് IoTയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം എനേബിൾ ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിവേ IoT എനേബിൾ ചെയ്യുന്ന കുറേ ടെക്നോളജീസാണ് ഈ വയർലെസ് സെൻസർ നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT എനേബിളിംഗ് ടെക്നോളജീസ് എന്നൊക്കെ പറയുന്നത്. സോറി, എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, വയർലെസ് sensor network. A wireless sensor network comprises of distributed device with sensors which are used to monitor the environmental and physical conditions. Wireless sensors എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് വയർലെസ് സെൻസേഴ്സ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വയർലെസ് സെൻസേഴ്സിനകത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയും അത് നമ്മുടെ ഇൻ്റർനെറ്റിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് ആപ്ലിക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഇറ്റ്സ് എ കണക്ഷൻ ഓഫ് കണക്റ്റഡ് ഡിവൈസസ്. ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുക. ഇവിടെ നമ്മളെന്താ വയർലെസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ഒരുപാട് സെൻസേഴ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. ആ സെൻസേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വയർലെസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ വയർലെസ് സെൻസർ നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് എൻഡ് നോഡ്സ് ആൻഡ് റൂട്ടേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ്. ഇത്രയും കമ്പോണൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. വയർലെസ്സിനകത്ത് എൻഡ് നോഡ്സ് ഉണ്ടാകും, ദെൻ റൂട്ടേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ്. ഇത്രയും 3 ഡിവൈസസ് ഉണ്ടാകും: സെൻസേഴ്സ്, റൂട്ടേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ്. എൻ നോഡ്സ് ഹാവ് സെവറൽ സെൻസസ്. ഈ എൻ നോഡ്സിനകത്താണ് ഇവിടെ കണ്ടിട്ടില്ലേ, ഇതാണ് എൻ നോഡ്സ് എന്ന് പറഞ്ഞ ഫിഗറിനകത്ത് എൻ നോഡ്സ്.
ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, എൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ സെവറൽ സെൻസേഴ്സാണ് ആക്ച്വലി ഈ എൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ. ഈ സെൻസേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, റൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഗേറ്റ് വേയിനകത്തേക്ക് കണക്ട് ചെയ്യും. മനസ്സിലായല്ലേ? ഈ സെൻസേഴ്സൊക്കെ റൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേറ്ററിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പോൾ റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും, റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ഡാറ്റ പാക്കറ്റ്സ് ഫ്രം എൻ നോട്ട്സ് ടു ദി കോർഡിനേറ്റർ. ആക്ച്വലി ഈ റൂട്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വയർലെസ് ആയിട്ട് വരുന്ന സെൻസേഴ്സിനകത്ത്, സെൻസർ ആക്ച്വലി എന്താ ചെയ്യുന്നത്, സെൻസർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യും, അതിനകത്തുള്ള വേരിയേഷൻസ് സെൻസ് ചെയ്യും. ആൻഡ് ദീസ് ഡാറ്റ കൺവേർട്ടഡ് ഇൻ ടു electrical form and given to routers by using wireless communication protocols. അപ്പം വയർലെസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെൻസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് റൂട്ടേഴ്സിന് സപ്ലൈ ചെയ്യുന്നു. ആൻഡ് റൂട്ടേഴ്സാണ് ആക്ച്വലി എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, കോർഡിനേറ്ററിനകത്തേക്ക് പാക്കറ്റ്സ് ബൈ പാക്കറ്റായിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പം സെൻസേഴ്സ് എന്തുണ്ടാകും, വയർലെസ് സെൻസേഴ്സാണ്, ഒന്നും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഒരുപാട് സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ സെൻസേഴ്സ് എല്ലാം എന്ത് ചെയ്യും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സെൻസ് ചെയ്യും. അതിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയോ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോ ടൈമിലും എന്ത് ചെയ്യും, പാക്കറ്റ്സ് ആയിട്ട് റൂട്ടേഴ്സിനകത്തേക്ക് സെൻഡ് ചെയ്യും. റൂട്ടേഴ്സ് ഈ സാധനങ്ങൾ സെൻഡ് ചെയ്യും. റൂട്ടേഴ്സ് എന്ത് ചെയ്യും, ഈ സെൻസേഴ്സിനകത്ത് ഡിഫറെൻറ്റ് സെൻസേഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും ആൻഡ് ഗിവൺ ടു കോർഡിനേറ്റർ. കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗേറ്റ് വേ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗേറ്റ് വേ എന്നുള്ളത്. ഗേറ്റ് വേ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിനകത്തേക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം ഫിസിക്കൽ ഡാറ്റ എവിടെ നിന്ന് കളക്ട് ചെയ്യും, സറൗണ്ടിങ്സിൽ നിന്ന് കളക്ട് ചെയ്യും, സെൻസേഴ്സ് കളക്ട് ചെയ്യും, വയർലെസ് സെൻസേഴ്സ് കളക്ട് ചെയ്യും. ആൻഡ് ദീസ് ഡാറ്റാസ് given to routers, and routers are responsible for routing data packets from end nodes to coordinator. Routers ആണ് എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നത് കോർഡിനേറ്റർ. ആൻഡ് കോർഡിനേറ്റർ കളക്ട്സ് ദി ഡാറ്റ ഫ്രം all the nodes. Coordinators also act as a gateway, connects the WSN to internet. ഇപ്പം വയർലെസ് നെറ്റ്വർക്കിനകത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ. ഇനി ഇപ്പം മനസ്സിലായി കാണുന്നതായിരിക്കും, ഇത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഇത് നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഫിസിക്കൽ ഡാറ്റ ഇവിടെയാണ് നമ്മൾ ഇവിടെ എന്തുണ്ടാകുക, ഫിസിക്കൽ ഡാറ്റ ഉണ്ടാകുന്നത്. ഫിസിക്കൽ ഡാറ്റ സറൗണ്ടിങ്സിനകത്ത് നിന്ന് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സെൻസേഴ്സ്, വയർലെസ് സെൻസേഴ്സ് എന്ത് ചെയ്യും, റൂട്ടേഴ്സിനകത്തേക്ക് കൊടുക്കും. റൂട്ടേഴ്സ് പാക്കറ്റ്സ് ബൈ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്ത് എന്ത് ചെയ്യും, കോർഡിനേറ്ററിനകത്തേക്ക് കൊടുക്കും. കോർഡിനേറ്ററാണ് ആക്ച്വലി എന്ത്, ഗേറ്റ് വേ എന്ന് പറഞ്ഞ സാധനം. ഗേറ്റ് വേക്കകത്ത് സെൻഡ് ചെയ്യും. ഗേറ്റ് വേ എന്ത് ചെയ്യും, ഈ സാധനങ്ങളൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റിനകത്തേക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഇനി എക്സാമ്പിൾസ് നോക്കാം, എന്തൊക്കെയാണ് ഈ വയർലെസ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. വെതർ monitoring system use WSN, in which nodes collect temperature, humidity and other data which is aggregated and analyzed. അപ്പം വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറേ ഏരിയക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെൻസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഡാറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതേപോലത്തുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നു. എൻ നോട്ട്സ് കളക്ട് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു, ഗേറ്റ് വേയിലേക്ക് റൂട്ടർ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. റൂട്ടർ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിനകത്തേക്ക് കൊടുക്കുന്നു. വൺസ് ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കളക്ട് ചെയ്ത ഡാറ്റയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അനലൈസ് ചെയ്ത ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി second applications, indoor air quality monitoring system using WS to collect data on the indoor air quality and concentration of various gases. അപ്പോൾ ഒരു വലിയ ഏരിയക്കകത്തുള്ള ഡിഫറെൻറ്റ് ഏരിയക്കകത്തുള്ള എയർ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഏരിയയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന വയർലെസ്
സെൻസസ് എന്ത് ചെയ്യും, ആ ഓരോ ഏരിയയിലുള്ളയും ഗ്യാസസിൻ്റെ ക്വാളിറ്റി നോക്കാൻ പറ്റും. ഗ്യാസസ് ഏതൊക്കെ ഗ്യാസസ് ഉണ്ട്, ഇനേർട്ട് ഗ്യാസ് ഉണ്ടോ, അത് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഗ്യാസ് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ആ റൂമിനകത്തെ അല്ലെങ്കിൽ ആ ഒരു ഹാളിനകത്തെ എയർ ക്വാളിറ്റി എന്താണെന്ന് അസസ് ചെയ്യാൻ പറ്റും. സെയിം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് WSN യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ soil moisture monitoring system is WSN to monitor soil moisture at various ലൊക്കേഷനകത്തുള്ള സോയിൽ മോയ്സ്ചറിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വാട്ടറിങ് ഏത് രീതിയിലാക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സർവൈലൻസ് ഓഫ് സിസ്റ്റം യൂസിങ് WSN ഫോർ കളക്ടിങ് സർവൈലൻസ് ഡാറ്റ സച്ച് എസ് മോഷൻ ഡിറ്റക്ഷൻ. നമ്മൾ സാധാരണ പ്രോജക്റ്റിനകത്തൊക്കെ ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത് ഇൻ്റർനെറ്റിനകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്തു. നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പ്രോസസ്സ് ചെയ്ത സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമോട്ട് പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ലൊക്കേഷൻസിനകത്തുള്ള ഡാറ്റേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്മാർട്ട് ഗ്രിഡ് യൂസിങ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക് ഫോർ മോണിറ്ററിങ് ദി ഗ്രിഡ് അറ്റ് വേരിയസ് പോയിൻറ്റ്സ്. നമ്മൾ പവർ ട്രാൻസ്മിഷനകത്തൊക്കെ ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ് സിസ്റ്റം യൂസിങ് WSN ടു മോണിറ്റർ ദി ഹെൽത്ത് ഓഫ് സ്ട്രക്ചേഴ്സ്. ബിൽഡിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് നോട്ട്സിനകത്തുള്ള സെൻസേഴ്സിനകത്ത് ഉള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കുറച്ച് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് വയർലെസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം വയർലെസ് സെൻസർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് യൂസിങ് WSN. നെക്സ്റ്റ് ടെക്നോളജി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടെക്നോളജി ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വൺസ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്കിങ്ങിനകത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിനകത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റയെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പ്രോസസ്സ് ചെയ്യാനുള്ള എന്തുണ്ട്, ഏജൻസി നമുക്ക് നെറ്റ്വർക്കിനകത്ത് ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആണ്. അതാണ് ഇവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ട്രാൻസ്ഫോർമേറ്റീവ് കമ്പ്യൂട്ടിംഗ് പാരഡിഗം ദാറ്റ് ഇൻവോൾവ്സ് ഡെലിവറിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസ് ഓവർ ദി ഇൻ്റർനെറ്റ്. അപ്പം ഇൻ്റർനെറ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർവീസസ് അവൈലബിൾ ആണ്. നമുക്ക് കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സർവീസ് അവൈലബിൾ ആണ്. ആ സർവീസസിനാണ് ആക്ച്വലി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻവോൾവ്സ് പ്രൊവിഷനിങ് ഓഫ് കമ്പ്യൂട്ടിംഗ്, നെറ്റ്വർക്കിംഗ് ആൻഡ് സ്റ്റോറേജ് റിസോഴ്സസ് ഓൺ ഡിമാൻഡ് ആൻഡ് പ്രൊവൈഡിംഗ് ദീസ് റിസോഴ്സസ് ആസ് മീറ്റേഡ് സർവീസസ് ടു ദി യൂസേഴ്സ് ഇൻ പേ ആസ് യു ഗോ മോഡൽ. അതായത് നമ്മളെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് പേ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി കുറേ സർവീസസ് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഡാറ്റ ഏത് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ സർവീസസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു പെയ്ഡ് സർവീസ് എന്ന നിലയിലാണ്. സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആണ്, കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റോറേജ് വേണമെന്ന് പറയും. അപ്പം കുറേ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. നമ്മളെ സിസ്റ്റത്തിനകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പിന്നെ ഏജൻസി ഇതിനകത്ത് അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, പേ ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ അല്ലാന്ന് വിചാരിക്കാം. അപ്പം സോഫ്റ്റ്വെയർ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ സിസ്റ്റം ഉള്ളെങ്കിൽ ഹൈ സ്പീഡിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് എന്ത് കിട്ടും, തിരിച്ചു കിട്ടും. അപ്പം അങ്ങനത്തെ സർവീസസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. നിങ്ങൾ മോണിറ്റർ യൂസ് ചെയ്തിട്ടൊരു സിസ്റ്റം സറൗണ്ടിങ്സിൻ്റെ പിക്ചർ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. പിക്ചർ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റിനകത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനകത്തുള്ള സർവീസസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പിക്ചറിനകത്ത് എന്തൊക്കെ പിന്നെ സംഭവങ്ങൾ അവൈലബിൾ ആണ്, അതായത് സറൗണ്ടിങ്സിനകത്ത് എന്തൊക്കെ പിന്നെ ഒബ്ജക്ട്സ് ഉണ്ട് എന്നുള്ളത് വോയിസ് ആയിട്ട് നമുക്ക് കിട്ടും, പിന്നെ എന്താ പറയുക ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് സർവീസസ് നമുക്ക് കിട്ടും. അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട,
ഈ ഇമേജിനെ നിങ്ങളെ പ്രോസസ്സ് ചെയ്യേണ്ട, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, ആ ഇമേജസിനെ പ്രോസസ്സ് ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും? ഈ ഇൻ്റർനെറ്റിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻ്റർനെറ്റിനകത്തുള്ള സർവീസസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാൻ പറ്റും. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറിയില്ല. ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കിടെക്ചറിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ആർ ഓഫേർഡ് ടു യൂസേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് നിങ്ങൾക്ക് അവർ സർവീസസ് ഓഫർ ചെയ്യുന്നത്. ഒന്നെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ്, IaaS. അപ്പം ഹാർഡ്വെയർ ഈസ് പ്രൊവൈഡഡ് ബൈ എൻ എക്സ്റ്റേണൽ പ്രൊവൈഡർ ആൻഡ് മാനേജ്ഡ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാർഡ്വെയർ ഇൻ്റർനെറ്റിനകത്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും. ആ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തു. അപ്പം അതാണ് ആക്ച്വലി എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അങ്ങനെ ഒരു സാധനം നെറ്റിനകത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് പോസിബിളാണ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഇൻ അഡീഷൻ ടു ഹാർഡ്വെയർ യുവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെയർ ഈസ് മാനേജ്ഡ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും? ക്ലൗഡിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, SAS. Further to above, an application layer is provided and managed for you. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സോഫ്റ്റ്വെയറിനകത്തേക്ക് നിങ്ങളുടെ ഡാറ്റ സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലൗഡിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കും. ക്ലൗഡ് ക്ലയൻറ്റ്സ്. അപ്പം ഇതാണ് ആക്ച്വലി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അല്ല, വെബ് സെർവർ യൂസ് ചെയ്തിട്ടോ, ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ക്ലൗഡ് ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ നിങ്ങൾ? ക്ലൗഡ് ക്ലയൻറ്റ്സ് അതിനകത്ത് വെബ് സെർവർ യൂസ് ചെയ്തിട്ടോ മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്ലൗഡ് ക്ലൗഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിൻ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ക്ലൗഡിനെ ആക്സസ് ചെയ്യാനുള്ള മിനിമം കോൺഫിഗറേഷനിലെ ഒരു സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററും കീബോർഡും മാത്രമേ ഉണ്ടാവുള്ളൂ. എമുലേറ്റേഴ്സൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലൗഡിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലൗഡിനെ ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലൗഡിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സാണ് സർവീസസാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് SAS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് അവിടെ നിന്ന് അവൈലബിൾ ആണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. CRM എന്ന് പറഞ്ഞാൽ ഇമെയിൽ, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് എന്നാണ് കേട്ടോ. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റിനനുസരിച്ചിട്ട് കസ്റ്റമറിന് വേണ്ട റിക്വസ്റ്റ് അനുസരിച്ചിട്ട് അവിടെ നിന്ന് ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് തരും. ഇമെയിൽ സർവീസസ് നമുക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. വെർച്വൽ ഡെസ്ക്ടോപ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരും. കമ്മ്യൂണിക്കേഷൻ, ഗെയിംസ്, ഇതൊക്കെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ആ സർവീസസിനകത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ഇതൊക്കെ ഇതിനകത്ത്. ഇപ്പോൾ എക്സിക്യൂഷൻ റൺ ടൈം, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്തെക്കാൻ പറ്റും. സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഡാറ്റാബേസിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റാബേസ് അതിനകത്ത് യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സർവീസസ് നമുക്ക് എവിടെ നിന്ന് അവൈലബിൾ ആണ്? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് സർവീസ് കിട്ടും. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. സ്റ്റോറേജ് ഫെസിലിറ്റി, പിന്നെ ബാക്കപ്പ് ചെയ്യാൻ നെറ്റ്വർക്ക് ഫെസിലിറ്റി, വെർച്വൽ മെഷീൻ ഒക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നിങ്ങൾക്ക് പോസിബിളാണ്. അപ്പം ഒരു ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ, സെക്കൻഡ് ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? IoT എനേബിൾ ചെയ്തിരിക്കുന്ന സെക്കൻഡ് ആപ്ലിക്കേഷൻസ്, അതാണെന്ത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. And third application is big data analysis, and I think you have already heard about big data analytics. നമ്മുടെ ഡാറ്റ ഇപ്പം കഴിഞ്ഞ
റീസെൻറ്റ് ഡേയ്സിൽ നിങ്ങൾക്ക് കേരളത്തിലുണ്ടായിരുന്ന കുറേ ഇഷ്യൂസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സ്പ്രിംഗ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം ആക്ച്വലി സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്, അപ്പോൾ ആ ഒരു പേര് വെക്കാനുള്ള റീസൺ വെച്ചാൽ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ പേഷ്യൻസിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് നമ്മൾ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്പ്രിംഗ്ലറിനുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു വിഷയം. നമ്മുടെ CDT പോലത്തെ കമ്പനിക്ക് അത് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതായിരുന്നു ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. ഫൈനലി നമുക്ക് മനസ്സിലായത് CDT പോലത്തെ കമ്പനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഏരിയ, ഇപ്പോൾ കേരളത്തിലെ പിന്നെ ആൾക്കാരുടെ ഡാറ്റാസ്, ഹെൽത്ത് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഏരിയയിൽ ഏതൊക്കെ അസുഖങ്ങളാണുള്ളത്, എന്താണ് റീസൺ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ആ ഏരിയ ഓഫ് ഏരിയയിലുള്ളത്, കോമൺ ആയിട്ടുള്ള ഇപ്പം അസുഖങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൽ, അതെന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഡാറ്റ. ടെറാബൈറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ. അപ്പം കേരളത്തിൽ അത്രയും മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഡാറ്റ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പിന്നെ സിസ്റ്റത്തിനോ ഒരു സാധാരണ ഒരു ആപ്ലിക്കേഷനോ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് some examples of big data generated by IoT system are described as follows. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് IoT എനേബിൾ ചെയ്തിരിക്കുന്ന ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സെൻസസ് ഡാറ്റ ജനറേറ്റഡ് ബൈ IoT സിസ്റ്റം സച്ച് എസ് വെതർ മോണിറ്ററിംഗ് സ്റ്റേഷൻസ്. ഇപ്പം മോണിറ്ററിംഗ് സ്റ്റേഷൻ, വെതർ മോണിറ്ററിംഗ് സ്റ്റേഷനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സ്ഥലത്തു നിന്നുള്ള വെതർ മോണിറ്റർ ചെയ്തിട്ട് ആ ഡാറ്റ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുക. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം ഒരു ഏരിയയിൽ എന്നൊക്കെ തീരുമാനിക്കാം. അപ്പം അതൊരു ബിഗ് ഡാറ്റ അനലിറ്റിക്സിന് എക്സാമ്പിളാണ്. മെഷീൻ സെൻസർ ഡാറ്റ കളക്റ്റഡ് ഫ്രം സെൻസേഴ്സ് എനേബിൾഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് എനർജി സിസ്റ്റം ഫോർ മോണിറ്ററിംഗ് ദർ ഹെൽത്ത് ആൻഡ് ഡിറ്റക്ടിങ് ഫെയിലിയർ. അപ്പം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയിൽ ഡിഫറെൻറ്റ് ഏരിയയിലുള്ള സാധനങ്ങൾ സെൻസ് ചെയ്തിട്ട് അവിടുത്തെ പ്ലാന്റ് കൺട്രോൾ ചെയ്യാനും അവിടുത്തെ പിന്നെ ഫെയിലേഴ്സ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമുക്ക് പോസിബിളാണ്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഡാറ്റ ജനറേറ്റഡ് ബൈ IoT ഡിവൈസ് സച്ച് എസ് വെയറബിൾ ഫിറ്റ്നസ് ബാൻഡ്സ്. വെയറബിൾ ഫിറ്റ്നസ് ബാൻഡ് കണ്ടിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫിറ്റ്നസ് ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളിനകത്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. Data generated by IoT systems for locations and tracking vehicles. അപ്പം എന്താ പറയുക, നമ്മളെ ട്രാഫിക്കിനകത്തോ അല്ലെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഏരിയയിലുള്ള മാത്രമല്ല നമ്മളെ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ കൺട്രിയിലുള്ള മൊത്തം വെഹിക്കിൾസിനെ ട്രാക്ക് ചെയ്തിട്ട് ഓരോന്നും എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ആക്സിഡൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, കൂടുതലാവുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുക, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ കൺക്ലൂഷനിലെത്താൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നാൻ പാടില്ല. നാദാപുരം ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ക്യാൻസർ കൂടുതൽ, നാദാപുരം ഏരിയ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയനാണെന്ന് വിചാരിച്ചോ, അവിടെ കൂടുതൽ എന്ത് വരുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റീസൺസ് കഴിഞ്ഞാൽ, അപ്പം പേഷ്യൻസിനെ നോക്കും, പേഷ്യൻസിൻ്റെ അവിടെ വരുന്ന എല്ലാ ക്യാൻസർ പേഷ്യൻസിൻ്റെയും ഏരിയ മനസ്സിലാക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ പിന്നെ എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് നോക്കാൻ പറ്റും. അവർ യൂസ് ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്ന് നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ബീഫ് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ആ ഏരിയ ആണ്. അപ്പം ആ ഏരിയനകത്ത് നിന്ന് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഇന്ന രീതിയിലുള്ള ക്യാൻസർ പേഷ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബിഗ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ന ഏരിയയിൽ ഇന്ന റീസൺ കൊണ്ടാണ് ഇന്ന ക്യാൻസർ ഉണ്ടാകാനുള്ള റീസൺ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് ബിഗ് ഡാറ്റ അനലൈസിസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെയാണ് ഒരു ബിഗ് ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്, എങ്ങനെയാണ് ഒരു ഡാറ്റ നമ്മൾ ബിഗ് ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വോളിയം നമ്മളതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്. വെറൈറ്റി, വോളിയം മാത്രമല്ല വെറൈറ്റി എന്ന് പറഞ്ഞ സാധനം. പിന്നെ വെലോസിറ്റി, പിന്നെ വെറാസിറ്റി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് ബിഗ് ഡാറ്റ തന്നെയാണ്. ബിഗ് ഡാറ്റയുടെ ആപ്ലിക്കേഷൻ അല്ല ആക്ച്വലി. നിങ്ങളൊന്ന് വായിച്ച് നോക്കണം ഇതെന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്വാണ്ടിറ്റി മാത്രമല്ല, വെറൈറ്റിയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മൾ പറയില്ലേ, ചിലതിന് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഡാറ്റയെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ബിഗ് ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത് ഭയങ്കര റിയൽ ടൈം ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു ബിഗ് ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ എന്തായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളെ മെയിൻ കൺസേൺ അല്ല ആക്ച്വലി. നമ്മളെ കൺസേൺ എന്ന് പറഞ്ഞാൽ IoT എനേബിൾ ചെയ്യുന്ന എമേർജിങ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒന്നാണ് എന്ത്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. എന്താണ് ബിഗ് ഡാറ്റ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അതിൻ്റെ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ്, IoT എനേബിൾ ചെയ്യുന്ന ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് എന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അപ്പം ബിഗ് ഡാറ്റ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഡാറ്റ എങ്ങനെയാണ് ബിഗ് ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മളെ മെയിൻ കൺസേൺ അല്ല, എനിവേ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുന്നു. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ സാധനം, അത് അടുത്തതാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് ഫ്രം ദി ആക്ച്വലി ഇറ്റ്സ് എ ബാക്ക് ബോൺ ഓഫ് IoT സിസ്റ്റം ആൻഡ് എനേബിൾഡ് നെറ്റ്വർക്ക് ടു കണക്ടിവിറ്റി ആൻഡ് കപ്ലിംഗ് ടു ആപ്ലിക്കേഷൻസ്. നമ്മുടെ IoTക്കകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈസസും നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഡിവൈസസും ഗേറ്റ് വേ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സെൻസേഴ്സായിട്ട് ഈവൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ IoTക്കകത്തുള്ള ഡിവൈസസും അതിൻ്റെ ഗേറ്റ് വേ ആയിട്ടാണെങ്കിലും അതിൻ്റെ സെൻസേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ തിങ്സ് സെൻസേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും സെൻസേഴ്സ് അതിൻ്റെ ഗേറ്റ് വേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്തായിരിക്കും, ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ പ്രോട്ടോകോൾസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോകോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കമ്പനീസും ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. A group of protocol designed to work together are known as protocol suite. When implemented in a software, they are protocol stack. Actually, നമ്മൾ protocol suite എന്ന് തന്നെ പറയും. ഇവിടെ multiple protocols are often described different aspects of single communication. ഇപ്പോൾ IoT കമ്മ്യൂണിക്കേഷനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി പ്രോട്ടോകോൾസ് എന്താണ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് അലൗസ് ഡിവൈസ് ടു എക്സ്ചേഞ്ച് ഡാറ്റ ഓവർ ദി നെറ്റ്വർക്കിനകത്തുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആർ പബ്ലിഷ്ഡ് ബൈ ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. ഇൻ്റർനെറ്റിനകത്തുള്ള പ്രോട്ടോകോൾസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ആക്ച്വലി ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് അല്ലെങ്കിൽ IETF എന്ന ഏജൻസിയാണ്. നിങ്ങൾ IEEE സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോട്ടോകോൾസ്. അപ്പം പുതിയ പ്രോട്ടോകോൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം പുതിയ ഡിവൈസസ് വരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് IoT എനേബിൾ ചെയ്യുന്ന ഒരു എന്താണ്, ഏരിയ ഓഫ് എമേർജിങ് ടെക്നോളജിയാണ്. നെക്സ്റ്റ് നമ്മൾ എംബഡഡ് സിസ്റ്റം. അപ്പോൾ എംബഡഡ് സിസ്റ്റം വിത്ത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി IoT ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. എംബഡഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും യൂസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി IoT കൺസിഡർ ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റം പ്ലസ് നെറ്റ്വർക്ക്.
ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കൂടെ എംബഡഡ് സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്? IoT ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആസ് ഇറ്റ് നെയിം സജസ്റ്റ്, എംബഡഡ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് അറ്റാച്ച് ടു അതർ തിങ്സ്. അതാണ് എംബഡഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ IoTയുടെ ചെറിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് എംബഡഡ് സിസ്റ്റം ക്യാൻ ബി thought of as a computer hardware system having software embedded in it. Actually നേരത്തെ നമ്മുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ, അതിൻ്റെ കോമ്പിനേഷനാണ് എംബഡഡ് സിസ്റ്റം. ആൻഡ് ദിസ് സോഫ്റ്റ്വെയർ ഈസ് കൺട്രോൾഡ് ആൻഡ് ഹാർഡ്വെയർ. അതായിരിക്കും ആക്ച്വലി എംബഡഡ് സിസ്റ്റം എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ടു വർക്ക് ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക്. An embedded system is a controller programmed and collected by a real-time OS. അപ്പം എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഹാർഡ്വെയർ ഉണ്ടായിരിക്കും, സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, നോർമലി ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇത്രയാണ് ആക്ച്വലി എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എംബഡഡ് സിസ്റ്റം ഈ IoTയുടെ ഡെവലപ്മെൻറ്റോട് കൂടെ എംബഡഡ് സിസ്റ്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഹാർഡ്വെയറിൻ്റെ ആയിരിക്കും എംബഡഡ് സിസ്റ്റത്തിനകത്തുള്ള കമ്പോണൻസ് പറഞ്ഞിരിക്കും. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് റിയൽ ടൈം OS. എന്താണ് റിയൽ ടൈം OS എന്നൊക്കെ നിങ്ങൾക്ക് അറിയിക്കുമല്ലോ. ഇപ്പോൾ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഹോം അപ്ലയൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോം അപ്ലയൻസസിനകത്തുള്ള കുറേ ഇപ്പം വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന സംഭവം, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എംബഡഡ് സിസ്റ്റം. നമുക്ക് ആ വാഷിംഗ് മെഷീനെ നമുക്ക് എന്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം? നെറ്റ്വർക്കിനകത്തേക്ക്, ഇൻ്റർനെറ്റിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറി? ഒരു IoT ഡിവൈസായിട്ട് മാറി. നമുക്ക് നെറ്റ്വർക്കിനകത്തിരുന്നിട്ട് വേൾഡ് വൈഡായിട്ട് നമുക്ക് ലോകത്ത് എവിടെ നിന്നിട്ടോ അതിന് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറേ AC-യുടെ ഇതൊക്കെ കണ്ടിട്ടില്ലേ? AC-യുടെ ആഡൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓഫ് ആൻഡ് ഓൺ ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു എക്സാമ്പിൾസാണ്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് IoT എനേബിൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നോളജീസ്. ഇതിനകത്ത് നമ്മൾ 5 ടെക്നോളജിയെ കണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അതർ ടെക്നോളജീസ് ഉണ്ട്. നമുക്ക് ഏറ്റവും എമേർജിങ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.